നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം ജിർബാമിലെത്തിയ സമയത്തുണ്ടല്ലോ ഇവിടെ കടകൾ കാര്യങ്ങളൊക്കെ അടച്ചിട്ടേക്കണേണ്. അതുപോലെ റോഡ് കാര്യങ്ങളൊക്കെ ബ്ലോക്കാണ് ട്ടാ. ശരിക്കും ഇംഫാലിൽ കഴിഞ്ഞ ദിവസം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ട്ടാ. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടേട്ടാ. അപ്പോൾ അവർ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അതുപോലെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. അത് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടി വന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ പോണത് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് ട്ടോ പറഞ്ഞത്. അവിടെ പോയി കുളിക്കാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അപ്പോൾ ഇവരുടെ വണ്ടിയിൽ നമ്മൾ ട്രിപ്പിനടിച്ചാണ്ട് പോയത്. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കണം കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. അത്യാവശ്യം കലങ്ങി കിടക്കുന്നുണ്ട് വെള്ളം കുറവും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ തൊട്ട് മേലിൽ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് കേട്ടോ. അങ്ങാടേക്കാണ് ഈ പോണത്. അത്യാവശ്യം അഡ്വഞ്ചർ ട്രെക്കിംഗ് ആണ് കേട്ടോ. ഇവർ എക്സ്പീരിയൻസ് ആയി, അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ എത്തി. വെള്ളവും കാര്യങ്ങളും കുറവാണ് കേട്ടോ. അതേപോലെ തന്നെ ആൾക്കാരും കുറവാണ്. നമ്മൾ അവിടെ പോയി പുഷപ്പൊക്കെ എടുത്തിട്ടാ. അതേ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലൊരു കുളിയും കഴിഞ്ഞ് അവിടുന്ന് പയ്യെ ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോണത് ഇവരുടെ വീട്ടിലേക്കാണ്. വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ചായയും ചപ്പാത്തിയും ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞ് ഇവർ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഇനി രാത്രിയിലെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.